ആകാശ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഉറക്കം കളയാനായിട്ട് DJI കമ്പനി ഇപ്പോൾ പുതിയൊരു ഡ്രോൺ പുറത്തിറക്കിയിരിക്കുകയാണ്. Air 2S എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. എൻ്റെ പേര് റഷീദ് തായലാർ. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യയിൽ ഡ്രോൺ ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളാണുള്ളത്. വ്യോമയാന വകുപ്പിൻ്റെ കീഴിൽ ഉടമസ്ഥനും ഡ്രോണും നിർബന്ധമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഡ്രോൺ പറപ്പിക്കുന്നതിൻ്റെ 24 മണിക്കൂർ മുൻപേ ആ പറപ്പിക്കുന്ന സ്ഥലത്തിന് വേണ്ട പെർമിഷൻ ഓൺലൈനായിട്ട് എടുത്തിരിക്കണം. ഇങ്ങനെ കുറേ നിബന്ധനകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗം വളരെയധികം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക യൂട്യൂബേഴ്സും മറ്റ് വെഡ്ഡിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും പ്രൊഫഷണൽസൊക്കെ ഇപ്പോഴും ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഏരിയൽ ഷൂട്ടിംഗ് നടത്തുന്നുണ്ട്. ഡ്രോൺ വ്യോമയാന വകുപ്പ് അവരുടെ രജിസ്ട്രേഷനിൽ പോലും ഡ്രോണിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും താഴെയുള്ള നാനോ എന്ന കാറ്റഗറിയിൽ 250 ഗ്രാം വരെ ഭാരമുള്ള ഡ്രോണുകളെ, അതിനെ നാനോ കാറ്റഗറി എന്നാണ് വിളിക്കുക, 250 മുതൽ 2.5 കിലോ വരെ ഭാരമുള്ള ഡ്രോണുകളെ മൈക്രോ എന്ന കാറ്റഗറിയിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ഡ്രോണുകൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാണ്, പക്ഷേ പെർമിഷൻ ആവശ്യമില്ല. പെർമിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതായത് നാനോ കാറ്റഗറിയിലുള്ള ഡ്രോണുകൾ പരമാവധി 65 അടി വരെ ഉയരത്തിൽ മാത്രമേ പറപ്പിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉയരത്തിൽ പറപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർമിഷൻ എടുത്തിരിക്കണം. രണ്ടാമത് മൈക്രോ കാറ്റഗറിക്ക് കുറച്ചുകൂടെ ഒരു വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ട്. അതായത് മൈക്രോ കാറ്റഗറിയിൽ ഉള്ള ഡ്രോണുകൾ 250 മുതൽ 2.5 കിലോ വരെ ഭാരം വരുന്ന ഡ്രോണുകൾ 200 അടി ഉയരം വരെ പറപ്പിക്കാം. അതിന് പെർമിഷൻ്റെ ആവശ്യമില്ല. 200 അടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60 മീറ്റർ 65 മീറ്റർ താഴെയായിട്ടുള്ള ഉയരത്തിൽ. പക്ഷേ സാധാരണ വെഡ്ഡിംഗ് വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു 150 250 മീറ്ററൊക്കെ ഉയരത്തിൽ വെച്ചാണ് ഇത് പറത്തുക. അതുപോലെ ഇവർ പറത്തുമ്പോൾ കണ്ണിന് കാണുന്ന ദൂരത്തിൽ മാത്രമേ പറത്താൻ പാടുള്ളൂ. കണ്ണിന്ന് മറിഞ്ഞു പോകുന്ന ദൂരത്തിലേക്ക് ഡ്രോൺ കൊണ്ടുപോകരുത് എന്നൊരു നിബന്ധന കൂടി വ്യോമയാന വകുപ്പിൻ്റെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർ 1 കിലോമീറ്റർ ദൂരം നിന്നൊക്കെയാണ് നമ്മുടെ സൈറ്റിലേക്ക് ഡ്രോൺ പറത്തി കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു നിയമവിരുദ്ധമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നാനോ കാറ്റഗറിയിലുള്ളവർക്ക് 65 അടി ഉയരം വരെ, അതായത് ഏകദേശം 15 മീറ്റർ ഉയരത്തിൽ വരെ പറത്തുന്നതിന് പെർമിഷൻ ആവശ്യമില്ല. മൈക്രോ കാറ്റഗറിയിൽ സാധാരണ ഈ ഫാൻറ്റം സീരീസിലും പിന്നെ ഇപ്പോൾ പറഞ്ഞ Air 2S ഒക്കെ ഈ പറഞ്ഞ കാറ്റഗറിയിലാണ് വരിക, മൈക്രോ എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഡ്രോണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യകാലത്ത് DJI എന്ന കമ്പനി പുറത്തിറക്കിയ ഡ്രോണിന് ക്യാമറ ഉണ്ടായിരുന്നില്ല. അതൊരു ഫ്ലൈയിങ് ഡിവൈസ് ആയിരുന്നു. അതിനകത്തൊരു ക്യാമറ ഹോൾഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഡ്രോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ആ സാധനം പറപ്പിക്കാൻ പറ്റും. പക്ഷേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി GoPro എന്ന ക്യാമറയുടെ ആക്ഷൻ ക്യാമറ നമ്മൾ ആ ഡ്രോണിലേക്ക് ഫിക്സ് ചെയ്യണമായിരുന്നു. പിന്നീട് അത് മാറി അതിൻ്റെ ഡ്രോണിൻ്റെ കൂടെ തന്നെ ഒരു ഗിംബാൾ അഥവാ ഒരു ഡിജിറ്റൽ സ്റ്റെബിലൈസറോട് കൂടി നല്ല സൂപ്പർ കിട്ടിലർ ക്യാമറയായിട്ട് DJI ഡ്രോണുകൾ പുറത്തിറക്കി തുടങ്ങി. DJI ഫാൻറ്റം സീരീസിലുള്ള ഡ്രോണുകളെല്ലാം തന്നെ വളരെ നല്ല നിലവാരമുള്ളതാണ്. ഒട്ടുമിക്ക പ്രൊഫഷണൽസും അത്തരം ഡ്രോണുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് മാവിക് സീരീസിലുള്ള ഡ്രോണുകൾ വന്നു. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് വന്ന മാവിക് Air 2ൻ്റെ പിന്തുടർച്ചയായിട്ടാണ് Air 2S ഇപ്പോൾ മാർക്കറ്റിലെത്തിയിരിക്കുന്നത്. Air 2Sൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ 1 ഇഞ്ചിൻ്റെ 20 മെഗാ പിക്സൽ റെസൊല്യൂഷനുള്ള സെൻസറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ലെൻസ് എന്ന് പറഞ്ഞാൽ 22mm 2.8 അപ്പർച്ചർ റേറ്റിംഗ് ഉള്ള വൈഡ് ലെൻസാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പരമാവധി 5.4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഡ്രോണിൽ 5.4K ഷൂട്ട് ചെയ്യുമ്പോൾ 30 ഫ്രെയിംസാണ് കിട്ടുക. എന്നാൽ അതേ സമയത്ത് 4K ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 60 ഫ്രെയിംസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഫുൾ HDയിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോ എടുക്കാനാണെങ്കിൽ Air 2Sൽ 20 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതേ സമയത്ത് മുൻപുള്ള വെർഷനിൽ Air 2ൽ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഡിജിറ്റലി ഏതോ രീതിയിൽ ഒരു എൻഹാൻസ് ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നതെങ്കിൽ കൂടി ആ സമയത്ത് നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആ മോഡലുകളിൽ ഉണ്ടായിരുന്നു. വീഡിയോ ട്രാൻസ്മിഷനായിട്ട് 4 ആൻറ്റിനകൾ ഉപയോഗപ്പെടുത്തുന്ന ഈ ഡ്രോണിൽ ഏകദേശം 12 കിലോമീറ്റർ ദൂരെ വരെ നമുക്ക് വീഡിയോ സ്ട്രീം ചെയ്യാൻ പറ്റും. അഥവാ റിമോട്ട് ഉപയോഗിച്ച് കണ്ട് നിയന്ത്രിച്ച് നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും.
ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ എയർ 2-ൽ നമുക്ക് 34 മിനിറ്റ് ബാറ്ററി ലൈഫ് കിട്ടുമായിരുന്നു. കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് 34 മിനിറ്റ് ആയിരുന്നു. എന്നാൽ എയർ 2S-ൽ 31 മിനിറ്റ് മാത്രമാണ് കമ്പനി പ്രോമിസ് ചെയ്യുന്നത്. എയർ 2-വിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭാരം ഒരല്പം കൂടിയിട്ടുണ്ട്. എയർ 2 നമുക്ക് 575 ഗ്രാം ആയിരുന്നെങ്കിൽ എയർ 2S വരുമ്പോൾ അത് 595 ഗ്രാമായി മാറിയിട്ടുണ്ട്. ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ എയർ 2-ൻ്റെ അതേപോലെ തന്നെയാണ് എയർ 2S-ഉം വരുന്നത്. അതിൻ്റെ എന്താ പറയുക, ലീഫുകൾ അല്ലെങ്കിൽ അതിൻ്റെ ലെഗുകൾ മടക്കി വയ്ക്കാൻ പറ്റുന്നത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഈ ഡ്രോണിൻ്റെ ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് DJI ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 70,000 രൂപയിൽ കൂടുതലാണ് ഇതിൻ്റെ പ്രതീക്ഷിക്കുന്ന വില. അതുപോലെ ഇത് മാർക്കറ്റിൽ എപ്പോൾ എത്തും എന്നുള്ളതിന് വ്യക്തമായ ഒരു അറിവ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഡ്രോൺ സ്നേഹികൾക്ക് അഥവാ ആകാശ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പുത്തൻ അനുഭവം നൽകുന്നത് തന്നെയായിരിക്കും DJIയുടെ Air 2S. സുഹൃത്തുക്കളെ, ഒരു ഡിസ്ക്ലെയിമർ എൻ്റെ ഇടയിലൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഡ്രോൺ പറത്താം എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ വെബ്സൈറ്റുകളിൽ നിന്നും മറ്റ് സോഴ്സുകളിൽ നിന്നും കിട്ടിയ അറിവ് വെച്ചിട്ടാണ്. ഒരിക്കലും ചിലപ്പോൾ അത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഒരു നോട്ടീസ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ആരും തന്നെ ഡ്രോൺ പറത്താൻ നിൽക്കരുത്. ഇയാൾ ഇന്ന വീഡിയോയിൽ എന്നതുപോലെ വീഡിയോ പറത്താം എന്ന് ഇന്ന ഹൈറ്റിൽ പറത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഡ്രോൺ പറത്താൻ നിൽക്കരുത്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നതല്ല. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾ നിയമപ്രകാരം അതിൻ്റെ പെർമിഷൻ എല്ലാം എടുത്തിട്ട് മാത്രം ഡ്രോൺ പറത്തുക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് DJIയുടെ Air 2S എന്ന ഡ്രോണിനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൽ വരേണ്ട കണ്ടൻറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. പതിവ് പോലെ നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ.